ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ പാത്തുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ മുമ്പേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇന്ന് ഉമ്മയും അനിയത്തിയും ഉപ്പയും എല്ലാവരും കൂടിയാണ് കേട്ടോ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. പാത്തുവിൻ്റെ പപ്പയും വീട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ നമുക്ക് ബർത്ത്ഡേ നന്നായിട്ട് കഴിക്കണം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞങ്ങളീ പോകുന്നത്. എൻ്റെ അനിയത്തിനെ പാത്തു ചൂടാക്കുന്നതാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അനിയത്തി എന്താണോ നോ എന്ന് പറയുന്നത് അതേ പാത്തു ചെയ്യുള്ളൂ കേട്ടോ. അവർ തമ്മിൽ അങ്ങനെയാണ്. അവളെന്നല്ല, എൻ്റെ മോനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവളോട് ചെറുപ്പത്തിൽ അവൾ തന്നെ ആയിരുന്നു എൻ്റെ മോനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളും ഉമ്മയും കൂടെ തന്നെയൊക്കെ ആയിരുന്നു. അപ്പൊ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവർ തമ്മിൽ. ഇപ്പൊ പാത്തു ഇതാ അങ്ങനെ ആയി വരുന്നുണ്ട്. അവിടുന്ന് നേരെ നമ്മൾ പോയത് BP അങ്ങാടിയുള്ള യാഹുന്തങ്ങൾ പാപ്പയുടെ യാത്രങ്ങൾക്കായിരുന്നു കേട്ടോ. നമ്മൾ എന്ത് നിയത്താക്കണം എന്നുണ്ടെങ്കിലും ഇങ്ങോട്ടാണ് കേട്ടോ നിയത്താക്കാറുണ്ടായിരുന്നത്. പിന്നെ ഇതിനാരും ഇനി കമന്റ് ആയിട്ട് വരണ്ട കേട്ടോ. ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്, അവർ അവരുടെ അനുസരിച്ച് ജീവിക്കട്ടെ കേട്ടോ. അനിയത്തിയുടെ മോനക്ക് വേണ്ടിയിട്ട് അലർജിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനായിരുന്നു കേട്ടോ ഞങ്ങൾ കാലിക്കറ്റ് ബേബിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടേക്ക് നിയത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഉമ്മയും അനിയത്തിയൊക്കെ അവിടെ പോയി സിയാറത്തിന് വേണ്ടി പോയി. എനിക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഫാമിലിയിലോട്ടാണ്. ഫാമിലിയിൽ നിന്നാണ് നമ്മൾ പാത്തുവിന് ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അനിയത്തിയുടെയും ഹസ്ബൻഡിൻ്റെയും വകയാണ് കേട്ടോ ബർത്ത്ഡേ ഡ്രസ്സും പിന്നെ അവൾക്കൊരു ടോയ് കാറും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിക്കാനാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഫാമിലിയിലൊക്കെ കുട്ടികളായിട്ട് കയറിയ ഫസ്റ്റ് കിട്ടുന്ന പണി ഇതാണ് കേട്ടോ. അവർക്ക് ആദ്യം വേണ്ടത് മിഠായികളായിരിക്കും. അപ്പോൾ അത് വാങ്ങിക്കാനാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് കേട്ടോ നമ്മൾ പാത്തുവിന് ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് പോയത്. പിന്നെ നമ്മൾ ബർത്ത്ഡേക്ക് തീം കാര്യങ്ങൾ അങ്ങനെ ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ഒരു ഹാളിൽ വെച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത്തവണ വീട്ടിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ അടുത്ത ഫാമിലിനെ മാത്രം വിളിച്ചിട്ട് ഹാളിൽ വെച്ചിട്ട് ബർത്ത്ഡേ കേൾക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണല്ലോ. അപ്പം നമ്മളത് എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുവരെ ഇപ്പം എൻ്റെതാണെങ്കിൽ പോലും ഇപ്പം ഈ 30 years വരെ ഞങ്ങളുടേത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാത്തുവിൻ്റെയും ഒരു കുറവും വരുത്താതെ തന്നെ ഓരോ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും വകയാണ് കേട്ടോ പാത്തുവിനുള്ള ബർത്ത്ഡേക്കുള്ള കേക്കും പിന്നെ അന്നത്തേക്കുള്ള ഫുഡ് കേട്ടോ. പിന്നെ മോന് പാത്തുവിൻ്റെ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞിട്ട് അവന് പെരുന്നാളിന് കിട്ടിയ ക്യാഷും നോമ്പിന് കിട്ടിയ ക്യാഷൊക്കെ ഒത്തു വെച്ചിട്ട് അവനും അവൻ്റെ വകയായിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ഡ്രസ്സാണ് നമ്മൾ പാത്തുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ നമ്മൾ ഓൾറെഡി സെലക്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. മുന്നേ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഡ്രസ്സ് കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് എടുക്കുകയാണെങ്കിൽ അതൊന്ന് ഇട്ട് നോക്കിയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ ആ ഡ്രസ്സായിരുന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരത് എടുത്തു തന്നു. അങ്ങനെ അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളതവിടെ വെച്ചു. പിന്നെ ഞാൻ കുറേ കളക്ഷൻസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഏതെങ്കിലുമൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇഷ്ടമാവണമെങ്കിൽ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഈ ഡ്രസ്സും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ 2 ഡ്രസ്സൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ പാത്തുവിനെ ഇരുത്തി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ആൾക്ക് തല വഴി എന്ത് ഡ്രസ്സ് ഇടാൻ നോക്കിയാലും ആൾ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ മിഠായിക്ക് കൊടുത്തിട്ട് സോപ്പിട്ട് ഇരുത്തിയിട്ടുണ്ട്. ആളവിടെ ഇരുത്തിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവർ ഓരോരോ ഡ്രസ്സായിട്ട് എടുത്തു വെച്ച് തരുന്നത് കണ്ടിട്ട് അതങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കയ്യിൽ ആ മിഠായി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് കരയിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഡ്രസ്സുകളൊക്കെ ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അവൾ ആ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി അവൾക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ചൂടില്ലാത്തത് അങ്ങനത്തെ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ നമ്മൾ ചുരുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ബർത്ത്ഡേ ആകുമ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനത്തെ പാർട്ടി വെയർസ് തന്നെ ഇട്ട് നോക്കണമല്ലോ. അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സ് സെലക്ട് ആക്കുന്നത്. നോർമൽ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിലൊക്കെ അല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താ പാർട്ടി വെയർസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. നമുക്കറിയാം ഇത് 1
ടൈം ഇടുന്നുള്ളൂ അവർ, നെക്സ്റ്റ് ടൈം അവർ ഇടാൻ സമ്മതിക്കില്ല എന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കത് ഫ്യൂച്ചറിൽ അവർ ആ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു സന്തോഷം തോന്നുമല്ലോ നമ്മളുടെ ആ സെലിബ്രേഷൻസ് ഒക്കെ കാണുമ്പോഴല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ ഈ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഇട്ട് കൊടുത്ത് നോക്കുന്നത് കേട്ടോ. എന്തോ ആ ഡ്രസ്സ് ഇടുന്ന വരെ ആൾ വലിയ ഇഷ്യൂ ഒന്നും കാണിച്ചില്ല. പക്ഷെ പിന്നീട് ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾ നിലത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവളെ പറഞ്ഞിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫ്രണ്ടിലുള്ള ബോ അവരുടെ ഫേസിലായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് നെക്സ്റ്റ് ഇത് ഇട്ട് കൊടുത്ത് നോക്കി. ഇതിട്ടപ്പോൾ ഒരു വലിയൊരു മെനം തോന്നില്ല കേട്ടോ. പിന്നെ അത് ഇറക്കം കുറവുള്ള പോലെയൊക്കെ തോന്നി. അപ്പം നമ്മളത് വേണ്ടാന്ന് വെച്ചു. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ഈ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഈ ഇതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഊരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും ഒരു മാലാഖ കുട്ടീൻ്റെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. നല്ല ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു ആ ഡ്രസ്സ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആള് നടത്തം ബെഡിൽ മാത്രമേ നടക്കുകയുള്ളൂ, താഴെ നടക്കൂല. ആൾക്ക് ഭയങ്കര പേടിയാണ് താഴെ നടക്കാനും. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ നടക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഇവളിപ്പോൾ ഇരിക്കുക അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുക അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമ്മളിതെടുത്താൽ ശരിയാകുമെന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെയുള്ള ബോ വന്നിട്ട് ആ സെയിൽസ്മാന് എഴുന്ന് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ആളത് തള്ളിയിട്ടു. പിന്നെ ഈ ഓഫ് വൈറ്റ് ആയിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് വലിയതായിട്ട് തോന്നിയില്ല. പിന്നെ അടുത്തത് ഇതായിരുന്നു. ഇതിട്ടപ്പോഴേക്കും ആൾക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഡ്രസ്സൊക്കെ ഊരിക്കഴിഞ്ഞപ്പോൾ ആൾ പിന്നെ ഈ കോലത്തിലായിരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് ടോപ്പ് ഇടാൻ ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് നേരത്തോട്ട് ടോപ്പ് ഇടാതെ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ സെക്ഷൻ കണ്ടപ്പോൾ അനിയത്തിയുടെ മോൻക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവനിക്കുള്ള ഡ്രസ്സ് കിട്ടിയില്ല. പക്ഷെ പാത്തു ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ പാത്തുവിനെ എടുത്തിട്ട് മിററിൻ്റെ മുമ്പിലൊക്കെ കൊണ്ടുവച്ച് നോക്കിയിട്ടോ ആൾ കരച്ചിൽ നിൽക്കുമെന്ന്. ആൾ ചെറുതായിട്ടൊന്ന് സൈലൻ്റ് ആയിട്ടോ. അങ്ങനെ അടുത്തത് എടുക്കാൻ പോകുന്ന വഴി ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ പോയത് മാക്സി എടുക്കാനാട്ടോ. പെരുന്നാളല്ലേ വരുന്നത്, അപ്പോൾ എനിക്ക് ഉമ്മാക്കൊക്കെ മാക്സി വേണമായിരുന്നു. അങ്ങനെ അത് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ പറഞ്ഞു പാത്തുവിന് ചിലപ്പോൾ ഫീഡിങ് കിട്ടാഞ്ഞിട്ടായിരിക്കും, അപ്പോൾ നീ ഒന്ന് പോയിട്ട് ഫീഡ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീഡിങ് റൂമിലോട്ട് പോയി. പാല് കുടിച്ച് കഴിഞ്ഞപ്പോൾ ആളും ഓക്കെ ആയിട്ടോ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് എനിക്ക് വേണ്ടിയുള്ള നൈറ്റിയൊക്കെ ഇട്ട് നോക്കി. അങ്ങനെ ഞങ്ങൾക്കത് ഇഷ്ടമായി. ഉമ്മാക്കും എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വേറെ സെക്ഷനിലോട്ട് പോയിട്ടോ. ഇനി അടുത്തത് എനിക്ക് പാത്തുവിൻ്റെ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കലായിരുന്നേ. അങ്ങനെ ഞാനൊരു കുറച്ച് ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ സെലക്ട് ആക്കി കൊടുത്തിട്ട് അതൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലൊരു ഡ്രസ്സ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സിംഗ് റൂമിനകത്ത് അധികം നിൽക്കാൻ പറ്റാത്ത ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴിയാണ് ഫാൻസി ഉള്ളത്. അവിടെ എന്ത് കണ്ടാലും ഞാൻ പാത്തുവിനത് എടുത്ത് നോക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെയും ഞാൻ അവിടെ നിന്ന് ടിപ്പ് ടോപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ പണി ഇതാട്ടെ, എവിടെ ഞാൻ കണ്ടാലും ഞാൻ അതിൽ നിന്ന് വാങ്ങിക്കും. എനിക്കറിയാം അതൊക്കെ പാത്തുവിനിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, പക്ഷെ കണ്ടാലെന്തോ ഞാൻ വാങ്ങിച്ചു കൂട്ടും കേട്ടോ. അങ്ങനെ വീട്ടിൽ ഒരുപാടുണ്ട് അങ്ങനെ വാങ്ങിച്ച് കൂട്ടിയത്. അങ്ങനെ പാത്തു എൻ്റെ അടുത്തായത് അനിയത്തിയോട് ഞാൻ ബില്ല് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അനിയത്തിയുടെ മോൻ അവളെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ മിഠായിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിഠായി വാങ്ങിക്കാൻ പോയത് കേട്ടോ. ആദ്യം ഈ മിഠായി പറഞ്ഞു, പിന്നെ അപ്പുറത്തേക്ക് ആൾ ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവരത് പാക്ക് ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതെന്നെ കൺഫേം ആക്കി രണ്ടാൾക്കും കൊടുത്തു. അപ്പോൾ ആൾ രണ്ടാളും ഓക്കെ ആയിട്ടോ. അങ്ങനെ ബില്ല് ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകാനുള്ളത് പാത്തുവിനുള്ള ടോയ് കാർ വാങ്ങിക്കാനാണ് കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മുടെ വീട്ടിൽ 2 പേർക്കും, അതായത് മോനുക്കും അനിയത്തിയുടെ മോനുക്കും ഒക്കെ ആയിട്ട് അവർ ഓരോ ബർത്ത്ഡേക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ടോയ് കാർസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോയ് കാർ വാങ്ങിക്കാമെന്നുള്ള വിചാരത്തിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം അവരുടെ യൂസിങ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മോൾക്കുള്ള യൂസിങ്ങിനുള്ളതായിരിക്കുമല്ലോ ഇനിയിപ്പോൾ അതൊക്കെ. അപ്പോൾ തൽക്കാലത്തിനുള്ള ഒരു ടോയ് കാർ വാങ്ങിക്കുക എന്നുള്ളതിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. അങ്ങനെ നമ്മളവിടെ 2-3 ഐറ്റംസ് ഒക്കെ നോക്കി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു കടയിലോട്ട് കയറി. അങ്ങനെ അവിടെ കയറിയപ്പം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മോഡൽസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ടൈപ്പൊക്കെ മതി എന്നുള്ളത്. അവൾക്കിപ്പോൾ തൽക്കാലം വീട്ടിൻ്റെ മുറ്റത്തിട്ടിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈക്കിളോ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് പാത്തുവിനെ ഇരുത്തി നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഇനി വാങ്ങിച്ചിട്ട് വെറുതെ ആവുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെത്തിയിട്ട് കുറച്ചൊക്കെ അങ്ങോട്ട് ഇരുത്തിയിട്ട് ഓടിച്ച് തുടങ്ങിയപ്പോൾ ആളങ്ങനെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഇതുപോലെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഓടിച്ച് നോക്കിയപ്പോഴേ. അങ്ങനെ അത് വാങ്ങിച്ചു. അപ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് ടോയ്സ് ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. നല്ല ടെഡി ബെയർസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടത്. നമ്മളെ പാത്തൂനാണെന്നുണ്ടെങ്കിൽ ടെഡി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾ ക്യാറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഭയങ്കര ഫാനാണ്. ആൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഓരോ ടെഡി ബെയർ കാണുമ്പോഴും പാത്തു അതിന് ഉമ്മ വെക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവളങ്ങനെ ഓരോ ടെഡിനെയും തൊട്ടിട്ട് കളിക്കലും തൊടലും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ക്യാറ്റാണ് കേട്ടോ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയും ഒരു ക്യാറ്റുണ്ട്. ആ ക്യാറ്റിനായിട്ടാണ് അവൾ സ്ഥിരം കളിക്കലും കിടന്നുറങ്ങലൊക്കെ അതായിട്ടാണ് കേട്ടോ. അങ്ങനെ ക്യാറ്റിനെ പിടിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നതും സംസാരിക്കുന്നതൊക്കെ കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ടെഡീസൊക്കെ നോക്കിയിട്ട് അവളതാ ഓരോന്നായിട്ട് വലിച്ചിടലും ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ എടുക്കാന്നുള്ള ഇതിൽ ഇങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്ത് ഈ കളക്ഷൻസ് കണ്ടത്. അപ്പോൾ നമുക്ക് പാത്തുവിന് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ കളക്ഷൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയറി 2-3 ഡ്രസ്സുകളൊക്കെ കണ്ടു ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ 2-3 ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലൊന്ന് പാത്തുവിന് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള പർച്ചേസ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.